പശ്ചിമേഷ്യൻ അമേരിക്കയിൽ സൈനിക താവളങ്ങൾക്കും സന്നാഹങ്ങൾക്കും നേരെ ഇറാൻ നടത്തുന്ന ശക്തമായ ആക്രമണങ്ങൾ വലിയ സാമ്പത്തിക സൈനിക നഷ്ടങ്ങളാണ് വരുത്തിവെക്കുന്നത്. മേഖലയിലുടനീളമുള്ള US സൈനിക കേന്ദ്രങ്ങൾക്ക് കോടിക്കണക്കിന് ഡോളറിന്റെ നാശനഷ്ടങ്ങൾ സംഭവിച്ചതായും ഇത് മേഖലയിൽ അമേരിക്കൻ സൈന്യത്തിന്റെ പ്രതിരോധ ശേഷിയിലെ വിള്ളലുകളാണ് തുറന്നു കാട്ടുന്നതെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വാൾ സ്ട്രീറ്റ് ജേർണലിന്റെ റിപ്പോർട്ടുകൾ പ്രകാരം ഇറാന്റെ ഭാഗത്തു നിന്ന് ഇതുവരെ 2000-ലധികം മിസൈൽ, വ്യോമ, ഡ്രോൺ ആക്രമണങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. 8 വ്യത്യസ്ത രാജ്യങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന കുറഞ്ഞത് 20 അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളെയെങ്കിലും ഈ ആക്രമണങ്ങൾ നേരിട്ട് ബാധിച്ചിട്ടുണ്ട്. ഏകദേശം $13 ബില്യൺ സാമ്പത്തിക നഷ്ടമാണ് US സൈന്യത്തിന് ഇതുവരെ കണക്കാക്കിയത്. മാത്രമല്ല, അമേരിക്കയുടെ 42-ലധികം അത്യാധുനിക യുദ്ധവിമാനങ്ങൾക്ക് തകരാർ സംഭവിക്കുകയോ പൂർണ്ണമായി നശിക്കുകയോ ചെയ്തിട്ടുണ്ടെന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. പശ്ചിമേഷ്യയിൽ തങ്ങളുടെ ആധിപത്യം ഉറപ്പിച്ചു നിർത്താൻ US ഉപയോഗിച്ചിരുന്ന പ്രധാന വ്യോമസേനാ വിഭവങ്ങൾക്കാണ് ഇത്തരത്തിൽ വൻ പ്രഹരമേറ്റത്. യുദ്ധം മാസങ്ങളോളം നീണ്ടുനിന്നതോടെ അമേരിക്കയുടെ ആയുധശേഖരത്തിൽ കടുത്ത ക്ഷാമം നേരിടുന്നതായി ദി ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ നിരന്തരം ഉപയോഗിക്കേണ്ടി വന്നത് പേട്രിയറ്റ് പോലെയുള്ള ദീർഘദൂര പ്രതിരോധ മിസൈലുകളുടെ സ്റ്റോക്ക് ഗണ്യമായി കുറയാനിടയാക്കി. അമേരിക്കയുടെ പ്രതിരോധ ശേഖരം വേഗത്തിൽ തീർന്നു പോകുന്നത് വാഷിംഗ്ടണിന് വലിയൊരു തന്ത്രപ്രധാന വെല്ലുവിളിയാണ് ഉണ്ടാക്കുന്നത്. ഒരു വശത്ത് പ്രതിരോധ നിര ശക്തമായി നിലനിർത്താനും മറുവശത്ത് സഖ്യരാജ്യങ്ങൾക്ക് ആയുധങ്ങൾ എത്തിച്ചു നൽകാനും അമേരിക്ക വലിയ ബുദ്ധിമുട്ടാണ് നേരിടുന്നത്. മിസൈൽ ഉൽപാദനത്തിലെ മന്ദഗതിയും ആഗോളതലത്തിൽ വർദ്ധിച്ചു വരുന്ന ആവശ്യകതയും പ്രതിസന്ധി രൂക്ഷമാക്കുന്നു. US ആയുധ നിർമ്മാതാക്കൾക്ക് പെട്ടെന്ന് ഉൽപാദനം വർദ്ധിപ്പിക്കാൻ സാധിക്കാത്തത് യുദ്ധകളത്തിൽ തിരിച്ചടിയാവുകയാണ്. പശ്ചിമേഷ്യൻ യുദ്ധകളത്തിൽ അമേരിക്ക നേരിടുന്ന ഈ തന്ത്രപരമായ പ്രതിസന്ധി റഷ്യയും ചൈനയും വളരെ സൂക്ഷ്മമായാണ് നിരീക്ഷിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയുടെ ആയുധ ശേഖരണവും പ്രതിരോധ ശേഷിയും ഇത്തരത്തിൽ തളരുന്നത് ആഗോള ശക്തി സമവാക്യങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുത്തും. റഷ്യയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുടെ ശ്രദ്ധയും സൈനിക സന്നാഹങ്ങളും പശ്ചിമേഷ്യയിലേക്ക് തിരിയുന്നത് യൂറോപ്പിലെ സൈനിക നീക്കങ്ങൾക്ക് അനുകൂല സാഹചര്യം ഒരുക്കുന്നുണ്ട്. അമേരിക്കൻ പ്രതിരോധ വിഭവങ്ങൾ ഒരേ സമയം പല മേഖലകളിൽ വിന്യസിക്കേണ്ടി വരുന്നത് US-ന്റെ കരുത്ത് കുറയ്ക്കുമെന്ന് മോസ്കോ കണക്ക് കൂട്ടുന്നു. അതുപോലെ തന്നെ ഏഷ്യ പസഫിക് മേഖലയിൽ തങ്ങളുടെ ആധിപത്യം ഉറപ്പിക്കാൻ ശ്രമിക്കുന്ന ചൈനയ്ക്കും ഇത് പുതിയ അവസരങ്ങൾ നൽകുന്നുണ്ട്. തായ്വാൻ കടലെടുക്കലും ദക്ഷിണ ചൈന കടലിലും US-ന്റെ സാന്നിധ്യം കുറയാൻ ഈ പ്രതിസന്ധി ഇടയാക്കുമോ എന്ന് ബെയ്ജിംഗ് നിരീക്ഷിച്ചു വരികയാണ്. വർഷങ്ങളായി അമേരിക്കൻ സൈനിക നിരീക്ഷണത്തിൽ കഴിഞ്ഞിരുന്ന പശ്ചിമേഷ്യൻ സുരക്ഷാ മേഖലകളിൽ വലിയ വിള്ളലുകളാണ് ഇറാന്റെ തുടർച്ചയായ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ വീഴ്ത്തിയിരിക്കുന്നത്. അത്യാധുനിക റഡാറുകളെയും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെയും മറികടക്കാൻ ഡ്രോണുകൾക്ക് കഴിയുന്നത് പുതിയ യുദ്ധതന്ത്രങ്ങളുടെ വിജയമായി കാണപ്പെടുന്നു. കുറഞ്ഞ ചെലവിൽ നിർമ്മിക്കുന്ന ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് കോടിക്കണക്കിന് ഡോളർ വിലമതിക്കുന്ന അമേരിക്കൻ ആയുധങ്ങളെയും അടിസ്ഥാന സൗകര്യങ്ങളെയും തകർക്കാൻ കഴിയുന്നത് അമേരിക്കയ്ക്ക് കനത്ത സാമ്പത്തിക ഭാരമാണ് വരുത്തുന്നത്. ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഈ നീക്കം മേഖലയിലെ മറ്റു വിപ്ലവ സായുധ ഗ്രൂപ്പുകൾക്കും വൻ ആവേശം നൽകിയിട്ടുണ്ട്. അമേരിക്കൻ സാന്നിധ്യത്തിനെതിരെ കൂടുതൽ ശക്തമായി പോരാടാൻ ഇത്തരം ആക്രമണങ്ങൾ അവരെ പ്രേരിപ്പിക്കുന്നു. ഈ സാഹചര്യം മറികടക്കാൻ അമേരിക്കൻ പ്രതിരോധ മന്ത്രാലയം പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കാൻ നിർബന്ധിതരായിരിക്കുകയാണ്. തങ്ങളുടെ സൈനിക താവളങ്ങളുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനും ആയുധശേഖരം പുനഃസ്ഥാപിക്കുന്നതിനുമായി അധിക ബജറ്റ് വിഹിതം കണ്ടെത്താൻ വാഷിംഗ്ടണിൽ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. എങ്കിലും ആഗോളതലത്തിൽ തങ്ങളുടെ സൈനിക സാന്നിധ്യം നിലനിർത്തുന്നതിനും അതേസമയം പശ്ചിമേഷ്യയിലെ നഷ്ടങ്ങൾ നികത്തുന്നതിനും അമേരിക്ക വലിയ തടസ്സങ്ങൾ നേരിടുന്നുണ്ട്. വരും ദിവസങ്ങളിൽ US സ്വീകരിക്കുന്ന നയതന്ത്ര സൈനിക നിലപാടുകൾ ആഗോള രാഷ്ട്രീയത്തിന്റെ ഗതി നിർണ്ണയിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കും. യഥാർത്ഥത്തിൽ പശ്ചിമേഷ്യയിൽ ആരംഭിച്ച് മാസങ്ങൾ പിന്നിട്ട ഈ സംഘർഷം ഒരു പ്രാദേശിക യുദ്ധമെന്നതിലുപരി അമേരിക്കയുടെ ആഗോള സൈനിക മേധാവിത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന തലത്തിലേക്ക് വളർന്നു വന്നിരിക്കുകയാണ്.